പോഡ്കാസ്റ്റ്. ഓരോ ഫാന്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. 40 മേളിലാണ് അധികം. ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ, അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചില സമയത്ത് ഫാമിലിയായിട്ട് വിളിക്കും ചില ഗ്രൂപ്പ്. അവരെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡൊക്കെ ആണെങ്കിൽ 25 to 50 ഒക്കെ ഉണ്ടാവും. എനിക്ക് എൻ്റെ ലൈഫ് ഫുള്ളും മോശം ദിവസമാണ്. എൻ്റെ ലൈഫിലാണ് അങ്ങനെ. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അവർ കുറച്ച് കാശ് ഉണ്ടാക്കുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വിത്ത് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ കൊണ്ടുവന്നേക്കുന്ന ഇഷ്യൂ, അതായത് നമുക്കാർക്കും അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, നമ്മൾ സ്ത്രീകളായ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേരെ പരിചയം ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ ആ തൊഴിൽ ചെയ്യുന്ന പുരുഷന്മാർ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ, ബാംഗ്ലൂർ ഉൾപ്പെടെ ഇന്ത്യയിൽ എമ്പാടും ആവശ്യക്കാർ ഏറെയുള്ള ഒരു തൊഴിൽ മേഖല, ഒരു പുരുഷ വേശ്യയായി മാറുക എന്നുള്ള ഒരു തൊഴിൽ. അപ്പോൾ ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മാക്സിമം അവസാനം വരെ എല്ലാവരും കാണുക. കുട്ടികളാരും ഇത് കാണാൻ നിൽക്കരുത്. കാണുന്നുണ്ടെങ്കിൽ, കാര്യം ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. അപ്പോൾ ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഇത് കണ്ട് ആരും ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആരാണ് ആവശ്യക്കാർ, എത്ര വയസ്സാണ്, പിന്നെ ഏത് സ്ഥലത്തുള്ളവരാണ്, എന്താണ് അവരുടെ ഇത്, ഈവൻ ഫാമിലി പോലും കൂട്ടമായി ചേർന്നുകൊണ്ട് വിളിക്കുന്ന ഒരവസ്ഥ. ഇതൊരു ലൈംഗിക അരാജകത്വമാണോ, അതോ നമ്മുടെ പുതിയ തരത്തിലേക്കുള്ള നമ്മുടെ ജീവിതശൈലി മാറുമ്പോൾ അതനുസരിച്ച് പിന്നെ ലൈംഗിക ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നതാണോ, എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ആ വീഡിയോയിലേക്ക് കിടക്കുക. അവസാനം വരെ കേൾക്കുക, കാണുക. അപ്പം ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പം അത് നിങ്ങളിലേക്ക്, എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മളെ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ മാക്സിമം നൽകി നമ്മളെ മാക്സിമം സപ്പോർട്ട് തരിക. അപ്പം പ്രിയമുള്ളവരെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, എല്ലാവരെയും കാണും. അവരെന്തൊക്കെ പറയുന്നു അവരുടെ ഇഷ്ടത്തിന്. അതായത് ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഫീലിങ്സ് ഉള്ളതാണ്. അതുകൊണ്ട് അവരവരുടെ ഫീലിങ്സ് ഒക്കെ കുറേ അനുഭവമുണ്ട് ഞങ്ങൾക്ക്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യക്തിനെ കാണുമ്പോഴും പുറം ലോകത്ത് അവരൊരു എന്താ പറയാൻ വേണ്ടി ഒരു പുറത്ത് അവരുടെ ലൈഫ് ഒരുമാതിരിയാണ്. പക്ഷെ ഒരു ബെഡ്റൂമിനകത്ത് പോകുമ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ ക്യാരക്ടറും അത് വേറെ ഒരു രീതിയാണ്. കുറെ ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ വരുന്നു, ചെയ്യുന്നു, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പം ഞാനിത് ചൂസ് ചെയ്തില്ല. പിന്നീട് എനിക്ക് എൻ്റെ ലൈഫ് അതിന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനത് ചൂസ് ചെയ്തതാണ്. എനിക്ക് കുറെ സ്ഥലത്ത് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയുന്ന കുറച്ച് പേര് എന്നെ ഒറ്റപ്പെടുത്തി, നിനക്ക് ആരാടെ ഇവിടെയൊക്കെ വീട് തന്നത്, നിന്നെ ആരെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്. ഞാൻ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അടുത്തുള്ള 1-2 പേര് അറിയുന്നവരുണ്ടായിരുന്നു. നിനക്കാരെ ഇവിടെ വീട് തന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. പിന്നീട് ഞാൻ നാട് വിട്ടു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷനും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ നാട്ടിലല്ല, പുറത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ പറയണം. എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കുറേ പേര് റെഫർ ചെയ്യുമ്പോഴും ഒരു സമയത്തൊക്കെ ഞാൻ ഇത്രയ്ക്കും ആകുമോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് കുറേ പേര് എന്നെ റെഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച്, അപ്പോൾ ഞാൻ അത്രയ്ക്കും കൊള്ളാമോ, എന്നെ കുറേ പേർ ഇങ്ങനെ റെഫർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ അങ്ങനെ മാറിയതാണ്. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോകാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കോൺടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഒരു ദിവസം എൻ്റെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാമോ, നമുക്ക് എവിടെയെങ്കിലും ഷോപ്പിംഗ് പോകാമോ, അല്ലെങ്കിൽ ഒരു പിക്നിക് പോലെ പോകാമോ, ഒരു ദിവസം നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ,
അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാനുവൽ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. ഓ ഓക്കെ. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അവർ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറേ കോൺടാക്ട് ഒക്കെ കാണുമല്ലോ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവരുടെ കൂടെ പോകുന്നത്. ഓക്കെ. ഞങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം ഇത്ര രൂപ വേണം. അതായത് ഇപ്പം ഞങ്ങളെപ്പോലെ വേറെ കുറേ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ മാത്രമല്ല ഈ ഫീൽഡിൽ, എനിക്കറിയാവുന്ന വേറെയും 1-2 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചോദിക്കും നിങ്ങളുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പെർ ഡേക്ക് ഇത്രയാണ്, ഇതാണ് റേറ്റ് എന്ന് പറയും. അപ്പം ഞങ്ങൾ അതനുസരിച്ചിട്ട് എൻ്റെ കപ്പാസിറ്റിയുള്ള റേറ്റ് ഞാൻ ഫിക്സ് ചെയ്യും. ഓക്കെ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്, അതിന് മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50. അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. 15 to 20K ഒക്കെ തരാൻ ഇവിടെ ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ എപ്പോഴും കുറച്ച് റിച്ചഡ് ആയ ഒരു ബില്ലിംഗ് ആയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ നോർമലി 15 to 25 നോർമലി അങ്ങനെ തരുന്നവരും കുറേ ഉണ്ട് ഇവിടെയൊക്കെ. ഓക്കെ. അപ്പോൾ ഒരു മാസത്തിൽ അപ്പോൾ നിങ്ങൾ എത്ര ക്ലയൻസിനെ വരെ കാണാറുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ ഒരു 2 അല്ലെങ്കിൽ 3, ചില സമയത്ത് 5 ഉണ്ടാവും. ഏതായാലും 2-ൽ അധികം ഉണ്ടാവും. 2, 3, 5-നും മേളിൽ പോയിട്ടില്ല, 2-നും താഴെയും വന്നിട്ടില്ല. ഓക്കെ. അങ്ങനെ ഡിക്കൗണ്ട് ആൾമോസ്റ്റ് ഒരു 60-70. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ഒരു 3-4 മാസത്തിൽ ഒരു വട്ടം. എൻ്റെ അറിവിൽ ഒരു 60-70 വരെ ഉണ്ടാവും. എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ പറയാ? ഇല്ല, നോർമലി എല്ലാവരെയും പോലെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഞങ്ങളെ ഇത് ചെയ്യും, ഗ്രോ ചെയ്യും. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കാണാൻ കുറച്ച് ഗ്ലാമർ ആയിരിക്കണം, ബോഡിയിലായാലും ഫേസിലായാലും ഡ്രസ്സിങ്ങിലായാലും കുറച്ചുകൂടി നമ്മൾ മറ്റുള്ളവരെക്കാണ് ഒരു അട്രാക്ഷൻ ചെയ്യേണ്ട രീതിക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. നോർമലി ഉള്ളതുപോലെയാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും. പിന്നെ മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി ഞങ്ങളുടെ ബോഡി ഗ്രോ ചെയ്യും ഞങ്ങൾ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതായത് ഈ സെക്സിൽ പലരും പല ടൈപ്പാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരുത്തർക്കും ഓരോ ഫാൻറ്റസി ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതുപോലൊക്കെ തന്നെ വേണം, സെക്സ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അവരവരുടെ കഥകളൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഞങ്ങളോട് നിങ്ങൾ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഓരോ ഫാൻറ്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അവർ പറയും ഈ എമൗണ്ടിൻ്റെ കാര്യം നമ്മൾ ഇതോടെ നിർത്തണം, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ എമൗണ്ടിൻ്റെ കാര്യം ഒന്നും പറയും, നിങ്ങൾ എത്ര ചോദിക്കുന്നത് ഞങ്ങൾ തരാം, പക്ഷേ എനിക്ക് റിയൽ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയുണ്ട്. ഇപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ അവരൊരു ഹൈജനിക്ക് ഇല്ലാതിരിക്കും. അത് പോകുന്നതിന് മുമ്പ് വീഡിയോകളൊക്കെ കാണും, എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് പോകും. ചില സമയത്ത് അവിടെ പോകുമ്പോൾ അവരൊരു എന്ത് വേണ്ട ഒരു വൃത്തിയില്ലാതെ അല്ലെങ്കിൽ ബോഡി സ്മെൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ വേണ്ട ഇന്നൊരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ചോദിക്കും എന്ത് പറ്റി, വന്നിട്ട് തിരിച്ചു പോയി, പറ്റിയില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇല്ല, ഹൈജനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വന്നപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. ഏജൻസി അങ്ങനെ ഒന്നുമില്ല. ഫേസ്ബുക്ക് ചില വെബ്സൈറ്റ് വഴി അവർ ചുമ്മാ സാധാ മെസ്സേജ് ഇടും, സംസാരിക്കും. ഇപ്പം ഞാനിപ്പോൾ കാണാൻ കൊള്ളാവുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പ്രൊഫൈലായിരിക്കും, അപ്പോൾ ഞാൻ ജസ്റ്റ് ചാറ്റ് ചെയ്യും, അവരും എന്നെ തിരിച്ച് ചാറ്റ് ചെയ്യും. ചിലവർക്ക് ഇപ്പോൾ ആ പ്രൊഫൈൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓ ഇവർ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അറിവുണ്ട്. പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ ഓ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉണ്ടാവും അവർക്ക്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അവർ സെറ്റാക്കി എടുക്കുന്നതാണ്. അവിടെ ദുബൈയിലും വിളിച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ എങ്ങും പോയിട്ടില്ല. പിന്നെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ തമിഴ്നാട്, മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും വിളിക്കാറുണ്ട്, എല്ലാ സ്ഥലത്തും ചാറ്റ് ചെയ്യാറുണ്ട്. അവിടെ എല്ലായിടത്തും വിളിക്കാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് കേരളത്തിൽ മാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഫസ്റ്റിലൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നീട് പോയി ഇപ്പൊ ശീലമായിപ്പോയി. ഇപ്പൊ പേടി അങ്ങനെ ഒന്നുമില്ല. ശരി, വരുന്നത് പോലെ നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ ആ പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പേടിയൊന്നുമില്ല. മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് എൻ്റെ ലൈഫ് ഫുള്ളും മോശം ദിവസമാണ്, എൻ്റെ ലൈഫിലാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് പേയ്മെന്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ആവശ്യത്തിലേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്ത് കുറച്ച് പേരെല്ലാം പറ്റിക്കപ്പെട്ട് അങ്ങനെ നാട് വിട്ട് പോകേണ്ടി വന്ന സിറ്റുവേഷനൊക്കെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എമൗണ്ട് അവർ തരുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഇരിക്കും, ബട്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. സ്റ്റാർട്ടിംഗിൽ ഫോണിലേക്ക് ആയിരുന്നു, ഫസ്റ്റ് ഫോണിലായിരുന്നു. അപ്പോൾ ഫോൺ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫോൺ വീഡിയോ കണ്ടിട്ടാണ് കുറേ പേര് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ചോദിച്ചു എങ്ങനെ മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു, നിങ്ങളെ അറിയാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ കോൺടാക്ട് ചെയ്തത്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു കമ്പനിക്ക് ഞാൻ മോഡലായിരുന്നു. അപ്പോൾ ഇന്നറുടെ തിരുപ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മോഡലിംഗ് ജട്ടി പരസ്യത്തിലൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ ചില കമ്പനിക്കാർ എന്നെ കോൺടാക്ട് ചെയ്ത് അവർ വഴി അങ്ങനെ പോയതാണ്. എനിക്ക് അങ്ങനത്തെ പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ ഫാമിലി അറിഞ്ഞ റിയാക്ട് എങ്ങനെ ചെയ്യും എന്നുള്ള അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറച്ച് പൊളിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, പുറത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഫാമിലിനെ കുറിച്ച് ആലോചിച്ചില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിനെയൊക്കെ ഞാൻ സേവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ എന്ത് ഇഷ്യൂ വന്നാലും ഓക്കെ അവരെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു. പിന്നെ നേരത്തെ ഞാൻ മോഡൽ ആയതുകൊണ്ട് വലിയ വിഷയമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തുള്ള മോഡലൊക്കെ എനിക്ക് കുറേ ബോൾഡ് ഷൂട്ടിംഗ് ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അത് കുറേ
വെബ്സൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അത് കുറേ പേർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഇവൻ നേരത്തെ മോഡൽ അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാരണയിൽ അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. പക്ഷേ ഇതുവരെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്ത് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷേ എൻ്റെ അടുത്ത് ആരും ഇതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അതുപോലെ അനുഭവമുണ്ട്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയും, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിക്കാമോ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമോ, നിന്റെ പ്രശ്നങ്ങളൊക്കെ നിന്റെ പ്രോബ്ലമൊക്കെ ഞാൻ സോൾവ് ചെയ്യാം, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇപ്പോഴും ഒരു 4-5 നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതായത് ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അവരുമായിട്ടുള്ള ഒരു നല്ല കോൺടാക്റ്റ് ആണ്. ഇപ്പോഴും എന്താ പറയാ, ഒരു പ്രേമം പോലെ ഇപ്പോഴും പോകുന്നുണ്ട് അത്. അതായത് ഇപ്പം എനിക്ക് പ്രേമം അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ എന്നാലും പ്രേമിക്കുന്ന പോലെയൊക്കെ സംസാരിക്കും ഞാൻ, ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ. എങ്കിലല്ലേ വീണ്ടും ഒരു വിളിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കും. ബട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു ക്ലയന്റിനോട് ഇല്ല. ഇമോഷണൽ അറ്റാച്ച് അങ്ങനെ, പക്ഷെ എല്ലായിടത്തും നല്ല സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ട്. ഇമോഷണൽ ആയിട്ട് ഇതുവരെ എനിക്ക് ആരുടെ അങ്ങനെ തോന്നിയിട്ടില്ല. അധിക ദിവസം വേണ്ട ഇതിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു നല്ല ഓപ്ഷൻ വരികയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറും. അങ്ങനെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ നോർമലിയാണ് ഞാൻ, വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് ഹാപ്പിയാണ് ഞാൻ. അതായത് നമുക്ക് സെക്ഷൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഇഷ്ടം എല്ലായിടത്തും അത് ചെയ്യാൻ ഫീൽ തോന്നുന്നില്ല നമുക്ക്. പിന്നെ നമുക്ക് അവർ നല്ല പേയ്മെന്റ് തരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ അവരെ തൃപ്തി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഓപ്പൺ എടുത്തിൽ പറയാൻ പറ്റില്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളവരാകുമ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും, ഇഷ്ടം ഇല്ലാത്തവരടുത്ത് കൂടി അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരടുത്ത് പറയും ഇത് പറ്റില്ല ഇത് പറ്റും എന്ന് നേരത്തെ അവർ ഡിസ്കസ് ചെയ്യും, എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് ചൂസ് ചെയ്യുന്നതാണ്. പോകുമ്പോൾ ചോദിക്കും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ ഫസ്റ്റ് അവർ നേരത്തെ പറയും. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ അനുഭവം ഉള്ളതുകൊണ്ട് ചിലരെ കാണുമ്പോൾ ചിലരുടെ ഫീലിംഗ് അത്ര വരാത്തതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ പറയും ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റും, ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ അഭിനയിക്കും, ചില സമയത്ത് സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഇത് ആരെയും കമ്പൽ ചെയ്തിട്ട് ചെയ്യുന്നതല്ലല്ലോ, എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അത് ചില സമയത്ത് ഫീൽ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും, ചില സമയത്ത് ഒരു സ്ക്രിപ്റ്റ് പോലെ പ്ലാൻ ചെയ്ത് തരും, ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറയും. അപ്പോൾ അവിടെ ഞങ്ങൾ ആക്ടിങ് ചെയ്യേണ്ടി വരും, അങ്ങനെ ചെയ്യുന്നതാണ്. ചില വീഡിയോസൊക്കെ ഫുൾ ഫേക്കും ആയിരിക്കും, എല്ലാം ഒറിജിനലും അല്ലായിരിക്കും. ചിലതിൽ റിയലായിട്ട് ആയിരിക്കും, ചിലതിൽ റിയൽ ഇല്ലാതെ ഫേക്ക് പോലെ, അങ്ങനത്തെ കുറെ വീഡിയോസും ഉണ്ട് ഇതിനകത്ത്. എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ മോശം അനുഭവമൊന്നുമില്ല. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ബാംഗ്ലൂരും ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ, ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫോണിന്റെ ഷൂട്ടൊക്കെ നടന്നപ്പോൾ ഹോട്ടൽ റൂമുകളിലായിരിക്കും, ചിലയിടത്ത് ഹോട്ടലിലായിരിക്കും, ചിലയിടത്ത് അവരുടെ വീടുകളിലായിരിക്കും. അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു സ്ഥലത്ത് അവരെ വിളിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. മോസ്റ്റ്ലി ഹോട്ടലിൽ, ചില സമയത്ത് അവരുടെ സ്വന്തം വീടുകളിൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനിത് കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നീട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു ഐഡിയ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറേ പേരുണ്ട് ഈ ഫീൽഡിൽ, എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നു. അവർ കുറച്ച് കാശ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നു, ഇതിനെ വിട്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഇപ്പോൾ എനിക്കൊരു മുംബൈയിൽ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ ഫസ്റ്റ് ഈ ഫീൽഡിനകത്തുനിന്ന് നല്ല കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഞാനും കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നീട് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ്. ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇത്ര തരും എന്ന് പറയും. വീഡിയോസ് തരുമല്ലോ ഞങ്ങൾക്ക്, വീഡിയോസ് കാണാൻ മാത്രം തരും, പിന്നെ വീഡിയോ അവർ തരില്ല. പിന്നെ ചിലവർ വന്നിട്ട് പേയ്മെന്റ് തരില്ല, വീഡിയോസ് തരും. ഈ വീഡിയോ വന്നിട്ട് കുറേ വെബ്സൈറ്റിലേക്ക് ഞങ്ങൾ ഇട്ട് അതിൽ വരുന്ന പേയ്മെന്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരെയും. 50,000 to 1 lakh നിങ്ങൾക്ക് ഫോണിൽ അഭിനയിക്കുന്ന സമയത്ത് കിട്ടും. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബെനിഫിറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ടോ? അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ചിലവർ ബെനിഫിറ്റ് ആണ് ഞങ്ങളത്. പിന്നെ ചിലവർ വന്നിട്ട് പറയും വീഡിയോ തരില്ല, നിങ്ങൾക്ക് പേയ്മെന്റ് തരാന്ന് പറഞ്ഞിട്ട് അവർ കാശ് ഉണ്ടാക്കും. പേയ്മെന്റ് എത്രയായിരിക്കും? അതും ഇത് തന്നെയാണ് 52 അത് തന്നെ. ചിലപ്പോൾ 50 ആയിരിക്കും, അല്ലെങ്കിൽ 60, 70, 80, 1 അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിൽ കുറേ പേരുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്, കേരളത്തിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ മുഖം കാണിച്ച് അഭിനയിച്ചത് ഫസ്റ്റ് ഞാനെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു മുമ്പ് ഞാൻ കണ്ടതെല്ലാം മുംബൈയിലൊക്കെയാണ്, മുംബൈ, ബാംഗ്ലൂരൊക്കെയാണ് അവർ ഫേസോട് കൂടി വന്നത്. ബാക്കി മോസ്റ്റ്ലി ഒരു ഫേസ് കവർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ എൻ്റെ അറിവിൽ ഞാനാണ് ഫസ്റ്റ് ആയിട്ട് ഫേസോട് കൂടി വന്നത്. ഇവിടെ ഫേസ് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ എൻ്റെ ഫേസ് കാണാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വന്നത് ഫസ്റ്റ് ഞാനാണ്. കണ്ടുകൊണ്ട് കുറച്ച് പേര് ചോദിക്കേണ്ട, ഇങ്ങനെ കണ്ടിരുന്നു, ഇത് നീയാണോ എന്ന് ചോദിക്കും. ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് അറിയുന്ന കുറേ പേരൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അടുത്ത്, ഇത് കണ്ടിരുന്നു നീയാണോ എന്ന് ചോദിക്കും. ചില സമയത്ത് പറയേ ഇല്ല ഞാനല്ല, ഇല്ല നീ കള്ളം പറയില്ല, ഞങ്ങൾ കണ്ടു, നീ തന്നെയാണ് എന്ന് ചോദിക്കും. ചിലയിടത്ത് ഇല്ല എന്ന് പറഞ്ഞു, ചിലയിടത്ത് യെസ് എന്ന് പറയും. ഇങ്ങനെ സമ്മതി ഏത് ഏജിൽ നിന്നാണ് കൂടുതലും എൻക്വയറീസ് വരുന്നത്? ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40-ന് മേളിലാണ് അധികം. പിന്നെ ഒരു 20-25 അത് വളരെ കുറവാണ്. അധികം കൂടുതൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. മോസ്റ്റ്ലി 38, 39, 40, 40-ന് മേളിലാണ് അധികം വരാറ്. വിവാഹം കഴിഞ്ഞവരാണോ കഴിയാത്തവരാണോ കൂടുതലും വരാറ്? കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുമുണ്ട്. അതായത് ഇപ്പോൾ സൊസൈറ്റിക്ക് മുന്നിൽ ചിലർ ഒരു ഫാമിലി ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയും, ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചിലയിടത്ത് പറയും വൈഫിന് ഇങ്ങനെ പറ്റുന്നില്ല, എനിക്കും ഇല്ല, എൻ്റെ കൂടി വരാമോ, അങ്ങനെയൊക്കെ ചോദിക്കും. മോസ്റ്റ്ലി 40-ന് മേളിലാണിത്.
40 മേളിലാണ് കൂടുതലും എൻക്വയറി വരുന്നത്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വിളിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ഒരു വിയേർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അതൊരു ക്ലയൻറ്റായിട്ട് മാത്രം കണ്ടിട്ട് പോയി തിരിച്ചു? സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഫീൽ ചെയ്ത്, അതായത് ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും ചില ഗ്രൂപ്പ്. അവർ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ പോരണം എന്ന് പറയും. അപ്പം സ്റ്റാർട്ടിങ്ങിൽ അത് ഒരുമാതിരി ഫീൽ ആയി, എന്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് പോകുമ്പോൾ എൻക്വയറീസ് കുറേ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. ഓക്കെ. അതിപ്പോൾ എന്താ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഫാമിലീസ് വിളിക്കും, പോകാറുണ്ട്. ഇപ്പോൾ ആൾമോസ്റ്റ് 40 മേളിലാണ് എല്ലാവരും. എല്ലാ ഈ ഫീൽഡിൽ കോംപ്രമൈസ് അങ്ങനെയല്ല, ഈ ഹൈജനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കും. ഞാൻ നോക്കുന്നത് അത് മാത്രമാണ്, വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ഏജും നോക്കും. ഞാൻ മോസ്റ്റ്ലി 30 മേളിൽ തന്നെ മോസ്റ്റ്ലി സെലക്ട് ചെയ്യും, അതിന് താഴെ പോകില്ല. പിന്നെ ചില സമയത്തൊക്കെ ഒരു 25-26 അങ്ങനെ വളരെ റെയർ ആയിട്ട് സെലക്ട് ചെയ്യും. മോസ്റ്റ്ലി. അപ്പോൾ പ്രിയമുള്ളവരെ കേട്ടല്ലോ, നമുക്കിടയിൽ ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ബാംഗ്ലൂരിലൊക്കെ ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്. നമ്മൾ സ്ത്രീകൾ ഇത്തരത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പം പുരുഷന്മാർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും അവരെ ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ കടന്നു വരികയും ആവശ്യക്കാരേറുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫാമിലി ഉൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇദ്ദേഹം പറഞ്ഞ ഒരു ആശ്ചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പുരോഗമനവാദത്തിൻ്റെ ഭാഗമായി വന്നതാണോ ഈ സംസ്കാരം എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ അവരുടെ തൊഴിലിനെ കുറ്റം പറയുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് പരാമർശിക്കുന്നില്ല. നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് പലവിധമായ അഭിപ്രായങ്ങൾ കാണും. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം, ഈ ഒരു വാർത്ത കേട്ടപ്പം എന്തായാലും എൻ്റെ പ്രേക്ഷകരിലേക്കൊന്ന് എത്തിക്കണം. കാര്യം നമുക്ക് അങ്ങനെ കേട്ടുകേഴ്വിയുള്ളൊരു വാർത്തയല്ലല്ലോ ഇത്. അപ്പം തെളിവുൾപ്പെടെ ഒരു വ്യക്തി വന്നിരുന്ന്, അതായ ഒരു വ്യക്തി വന്നിരുന്ന് പറയുന്നത് കൊണ്ട് നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യവുമില്ല. അല്ലെങ്കിലും ഈ സംഭവം ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ ഈ ചാനൽ കാണിച്ച മുൻകൈയെടുത്ത ഈ ചാനലിന് ഒരു അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു ടോപ്പിക്കും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അവസാനം വരെ നമ്മളെ കേട്ടതും കണ്ടതുമായ എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്